യെസ്, നമ്മൾ ഒരു മുന്നേ 1-2 പോഡ്കാസ്റ്റ് അഷ്റഫ് സാർ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമുക്കിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ, എസ്പെഷ്യലി പുതിയ വിദ്യാർത്ഥികൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ വേവലാതികളും അവരുടെ ആശങ്കകളും ഒപ്പം തന്നെ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള അപകടങ്ങളും സാധ്യതകളും ഒക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. കാരണം അതിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു 25 വർഷത്തെ ഈ മേഖലയിൽ സജീവമായിട്ടുള്ള ആളാണ് അഷ്റഫ് സാർ. പല വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. യെസ്, ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഇപ്പോൾ +2 റിസൾട്ട് വന്നു. അപ്പോൾ അത് എല്ലായിടത്തും കുഞ്ഞു വായനശാല മുതൽ വലിയ പരിപാടികളിൽ വരെ ഈ പറയുന്ന അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ്. പലപ്പോഴും അവർക്ക് അതിൻ്റെ ഉദ്ദേശം ഉണ്ടാവുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു സങ്കടം, ഈ കിട്ടുന്ന എല്ലാ ട്രോഫിയും കുറഞ്ഞു അല്ലെങ്കിൽ ഈ മൊമെൻറ്റുകളൊക്കെ കുറഞ്ഞ ആളുകളിലേക്കാണ്. അവർ മാത്രമാണോ നമ്മുടെ നാട്ടിലെ നല്ല കുട്ടികൾ? കറക്റ്റാണ്, നിങ്ങൾ ചിന്തിച്ച കാര്യം വളരെ ശരിയാണ്. കാരണം 90% മാർക്ക് വാങ്ങിയ കുട്ടികൾ അല്ലെങ്കിൽ എല്ലാം A+ വാങ്ങിയ കുട്ടികൾ, ഇവരെ ആദരിക്കുന്ന തിരക്കിലാണ് നമ്മുടെ മന്ത്രിമാരും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാരും അല്ലെങ്കിൽ വായനശാല അധികാരികളും എല്ലാവരും. അപ്പോൾ എല്ലാ ആളുകളും ഇവരിങ്ങനെ ഓരോ നല്ലതാണ്, അത് ചെയ്യണം. നമ്മൾ കൂടുതൽ പെർഫോം ചെയ്യുന്നവർ ആദരിക്കുമ്പോഴാണ് ഇനി വരുന്ന കുട്ടികൾക്ക് അങ്ങനെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റണം എന്നുള്ള രൂപത്തിലേക്ക് അവർ മനസ്സ് വളരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്, ഉദ്ദേശം അതാണ്. പിന്നെ വേറൊന്ന്, ആ ചെയ്യുന്നവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ അറിയാലോ, അപ്പോൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 90% മേലെ മാർക്ക് കിട്ടുന്ന കുട്ടികൾ സാധാരണ ഒരു 6% മുതൽ 8% കുട്ടികളാണ്. അപ്പോൾ ബാക്കി ഒരു 92 മുതൽ 94% വരെ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് ഇത് അവർ നോക്കി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ വെറും 6-8% കുട്ടികൾ ഇത് വാങ്ങിക്കുന്നതും ലൈവ് ഇടുന്നതും അതേപോലെ ആഘോഷിക്കുന്നതും പാറി നടക്കുന്നതും 92 മുതൽ 94% വരെ കുട്ടികൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ അവരെ മനസ്സിൽ അത് വല്ലാത്ത ട്രോമ ഉണ്ടാക്കില്ലേ. എല്ലാവരെയും അല്ല, അത് മനസ്സിലാക്കി അഭിനന്ദിക്കുന്നതിനേക്കാളും സൊസൈറ്റിക്ക് അപകടം ഇവരിലൂടെ വേറെ സംഭവിക്കും. അതെ, നമ്മൾ നല്ലൊരു ഉദ്ദേശത്തിന്, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിന് വിപരീത ദിശയിലുള്ള മറ്റൊരു കാര്യം അവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ അനുമോദനങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി ഈ പറയുന്ന മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ അന്നത്തെ ദിവസം മാർക്ക് കിട്ടാൻ സാധിക്കാത്ത കുട്ടികളെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അവരെ പ്രൊമോട്ട് ചെയ്യാനോ അല്ല അവരുടെ ആത്മാർത്ഥത അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഒരു ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. അത് മാത്രമല്ല, എനിക്ക് തോന്നിയ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള പല ആളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ വലിയ ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ വേറെ സൊസൈറ്റിക്ക് ഗുണം ചെയ്ത പല ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൽ വളരെ കുറഞ്ഞ ശതമാനമാണ് 100% വിജയം നേടിയവർ, അല്ലാത്തവരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ ഒരു സാധ്യത ശരിക്കും ഈ മാർക്ക് നേടുക എന്നുള്ളത് ഒരു ആളുകളുടെ ചില ഒരു എന്താ പറയുക, അവരുടെ ഒരു കഴിവ് മാത്രമല്ലേ, അതിൻ്റെ അപ്പുറത്ത് അവരുടെ മൊത്തം കഴിവുകൾ എന്തിലാണ് ശരിക്കും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കേണ്ടത്? അത് ഞാൻ പറയാം. ഇപ്പം മാർക്ക് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കുന്നത് കറക്റ്റാണ്, അവർക്ക് അവരുടേതായ ചില കഴിവുകൾ ഉള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പരീക്ഷകളിൽ അളക്കുന്നത് അവരുടെ മെമ്മറി പവർ തന്നെയാണ്. നന്നായി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ആ മെമ്മറി പവറിൽ കൂടി മാർക്ക് കിട്ടൂ. ആ വശം അവിടെ കിടക്കുന്നുണ്ട്. എങ്കിലും കഠിനാധ്വാനം ചെയ്തതും അല്ലെങ്കിൽ കഴിവുള്ളവരുമായ ആളുകൾ ഈ മെമ്മറി പവർ മാത്രം ഇല്ലാത്തതുകൊണ്ട് മാറി കിടക്കുന്നില്ലേ, മാറ്റി നിർത്തപ്പെടുന്നില്ല. ചെറിയ കഴിവ് മാത്രമാണ് മെമ്മറി, അതല്ലാത്ത ഒരുപാട് കഴിവുകൾ വേറെയും വേണം. അപ്പൊ അവരിൽ നിന്നായിരിക്കാം ഈ പ്രതിഭകൾ ഉയർന്നു വന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ലോകത്ത് അറിയപ്പെട്ട ആളുകൾ, നമ്മുടെ നാട്ടിൽ തന്നെ വളരെയധികം ശോഭിക്കുന്ന ആളുകൾ, ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷനുള്ള വിജയിച്ച ആളുകൾ വളർന്നു വന്നത് അവർ മാർക്ക് കിട്ടാത്ത ആളുകളായി മാറിയത് ചിലപ്പോൾ അവരുടെ എക്സാമിന്റെ തലേദിവസം അവർക്ക് വയറുവേദന ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സാമിന്റെ സമയത്ത് അവർക്കൊരു തലവേദന ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും ശണ്ടയുള്ള ദിവസമായിരിക്കും എക്സാം നടക്കുന്നത്. അപ്പം ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു കാരണം ഇതൊന്നുമില്ല, നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എങ്കിലും എനിക്കറിയാവുന്ന, ഞാൻ ഒരു അധ്യാപകനാണല്ലോ, അപ്പോൾ എനിക്കറിയാവുന്ന പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, എക്സാം പേപ്പർ കിട്ടുമ്പോഴേക്ക് മനസ്സ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, എല്ലാം മറന്നുപോകുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയാണ് അവർ മണ്ടന്മാരാണ് അല്ലെങ്കിൽ അവർ കഴിവുകെട്ടവരാണ് എന്ന് പറയാൻ പറ്റുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒറ്റ ചോദ്യം കൂടി ഇതായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഏറ്റവും ഉന്നത വിജയം നേടിയിട്ടുള്ള ആളുകളിൽ ചിലരെങ്കിലും ജീവിതത്തെ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ടവരുടെ ഗണത്തിലും ഭയങ്കരമായിട്ടുണ്ട്. അതായത് പിന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ മാർക്കിൽ അവർ ഫസ്റ്റാണ്,
പരീക്ഷയിൽ അവർ ഫസ്റ്റാണ്. പക്ഷേ പിന്നെയുള്ള ഡിസിഷൻസ് പലപ്പോഴും അവർക്ക് എടുക്കാൻ പറ്റാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടർ ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പം ഇത്ര സാഹചര്യങ്ങൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇത് അത്തരത്തിലുള്ളൊരു മെൻറ്ററിങ് കൊടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ കുട്ടികളെ അടുത്ത് എന്താണ് ശരിക്കും പറയാറുള്ളത്? ഇത് വിജയിച്ച കുട്ടികൾ അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ അവർക്ക് അവരുടേതായ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കണം. പേരൻസ് ആയാലും അധ്യാപകരായാലും അതൊരു അവസാനമായിക്കൂടാ. ആ കുട്ടി വിചാരിച്ചുകൂടാ ഞാൻ എല്ലാം നേടിക്കഴിഞ്ഞു, ഇനിയുള്ളത് ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ആ കുട്ടിയുടെ മനസ്സ് പോകാൻ പാടില്ല. അത് മാത്രമല്ല പരാജയപ്പെട്ട അല്ലെങ്കിൽ പരാജയപ്പെട്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഈ റേസിൽ എത്താൻ പറ്റാത്ത ഈ ഓട്ടത്തിൽ അല്പം താഴെ എത്തിപ്പോയ കുട്ടികളോട് അവരോടും പറയണം. ഇപ്പോൾ ഏത് ഒരു കാര്യത്തിൽ ഒരു വിജയിച്ച ആളെ നോക്കിയാൽ അയാൾക്കൊരു ട്രിഗർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ട്രിഗറായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റണം. മാർക്ക് കുറഞ്ഞു, ഞാൻ പിന്തള്ളപ്പെട്ടു, അപ്പോൾ ഇതാണ് എന്നെ ഉത്തേജിപ്പിക്കുന്ന ഘടകം എന്നവന് തോന്നണം. ആ രൂപത്തിലേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റണം. അതും മാത്രമല്ല ഈ മാർക്ക് അച്ചീവ് ചെയ്ത അല്ലെ സമ്മാനം നേടിയ കുട്ടികളോട് ഇതല്ല ജീവിതത്തിൻ്റെ അവസാനം, ഇവിടെ തുടക്കം മാത്രമാണ്, ഇനിയുള്ള പരീക്ഷകളാണ്, ജീവിതമാണ് യഥാർത്ഥ പരീക്ഷ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പല കുട്ടികളിലും എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഏറ്റവും മാർക്ക് നേടി അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ ഇവിടെയുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളുടെയൊക്കെ ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറയും MBBS ഇവിടെ നീറ്റിന് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ മറ്റേ എഞ്ചിനീയറിങ്, ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം ട്രൈ ചെയ്യുന്ന ഇത് മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള പഠനവും ഇവിടുത്തെ കാര്യം മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുകയും അത് ലഭിച്ചില്ലെങ്കിൽ മാത്രം ഒരു ഗ്ലോബൽ എക്സ്പോഷറിനെ കുറിച്ച് ആലോചിക്കുകയോ വിദേശ പഠനത്തെക്കുറിച്ച് ആലോചിക്കുകയോ ഇത്തരം കാര്യങ്ങളിലേക്കോ അങ്ങനെ ഒരു ചിന്ത ഇവിടെ പൊതുവേ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ കുട്ടികൾക്ക് കൃത്യമായ ഒരു മെൻറ്ററിങ് അല്ലെങ്കിൽ ഇത് കിട്ടാത്തത് കൊണ്ടാണോ അതല്ല ഇങ്ങനെ ഒരു ശരിയുണ്ടോ, നമ്മളിവിടെ തന്നെയാണോ നല്ലത്? നിങ്ങളിപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളായിട്ട് പഠിപ്പിച്ചിട്ടുള്ള അറിവുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ് അവരുടെ മാർക്കിൻ്റെ പേരിലുള്ള ഈ മത്സരയോട്ടത്തിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം നീറ്റ് അല്ലെങ്കിൽ JEE ഈ രണ്ടാണ് ഇവർ മാക്സിമം ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ അല്ലേ. അത് രണ്ടിലും ഒരു 1% എന്ന് പറയാം. 100-ൽ ഒരു കുട്ടിക്ക് മാത്രമാണ് അതിൽ വിജയിക്കാൻ പറ്റുന്നത്. ഇപ്പം ലോകത്ത് ഒരു രാജ്യത്തും ഇത്ര മത്സരങ്ങളില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും കൂടുതൽ കുട്ടികളുള്ളതും അവർക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കുറവായതും അവസരങ്ങൾ കുറവായതായിരിക്കാം ഇതിൻ്റെ കാരണം. മറ്റു രാജ്യങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ തുറന്നിട്ടിട്ട് കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തണമെങ്കിൽ 100-ൽ ഒരാൾക്ക് മാത്രം കിട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത്രയും വലിയൊരു ഓട്ട മത്സരം നടക്കുന്നത് കൊണ്ടാണ് അതിന് അത്രയും പ്രാധാന്യം വരുന്നത്. അപ്പം നമ്മുടെ പുറത്തു പോയി കഴിഞ്ഞാൽ അവർ നോക്കുന്നത് ഈ മാർക്കല്ല. നമ്മുടെ നാട്ടിലാണ് ഈ മാർക്കിൻ്റെ കാര്യത്തിൽ ഇത്രയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനൊക്കെ നടക്കുന്നത്. പുറത്ത് ഒരു കുട്ടിയെ പറ്റി അന്വേഷിക്കുന്നത് അവന് ഓർമ്മിച്ച് എഴുതാനുള്ള കഴിവുണ്ടോ എന്നുള്ളതല്ല. നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ. അത് ഒരു കാര്യം ഓർമ്മിച്ചെടുക്കാൻ അല്ല കുറേ കാര്യങ്ങൾ ഓർത്ത് പറയാൻ പറ്റുന്ന ആളാണോ ജീവിതത്തിൽ? അല്ലല്ലോ. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അതേപോലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അതുപോലെ എംപത്തറ്റിക് ആയിട്ടുള്ള ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. സമൂഹത്തിൽ എന്താണ് ആവശ്യം നോക്കിയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഇട്ട് പഠിച്ച് ബൈഹാർട്ട് പഠിച്ചിട്ട് ആ ലിസ്റ്റിൻ്റെ ക്രമം തെറ്റാതെ എഴുതാൻ പറ്റുന്ന ആളെയല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഇവിടെയും അതേപോലെ പുറത്തുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റിയിട്ട് അതിനൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അല്ലേ? അതെ കറക്റ്റാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ സാറ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഈ മത്സര ഓട്ടത്തിൽ പെട്ടുപോയിട്ട് ചില ആളുകളെങ്കിലും അറിയുന്നേ ഇല്ല, ഇവിടുത്തെ വിജയം മാത്രം ആഘോഷിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ചിലപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലുമായിരിക്കും. അപ്പോൾ ഇത്തരം കുട്ടികളോട് ഈ നമ്മുടെ പുറത്തുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും അവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും അതും ഇവിടെയുള്ള മാറ്റവും അവർക്ക് അവിടെ കുറച്ചുകൂടി ഈസി ആണോ ഇവിടുത്തെ ആണോ നല്ലത്, ഇതിനെക്കുറിച്ച് എന്താണ് സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? സാറിന് അത് അറിയാവുന്നതായിരിക്കും. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട് ശീലിച്ച കാര്യങ്ങളിൽ മാത്രം നമ്മളതിൽ നിന്ന് ക്ലിങ് ചെയ്ത് നിൽക്കാതെ മറ്റു ഓപ്ഷൻസും ലോകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ 12th സ്റ്റാൻഡേർഡ് സ്കൂൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏത് തരത്തിലൊക്കെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും, അതിൽ ഏതാണ് എനിക്ക് ഏറ്റവും യോജിച്ചത്, എൻ്റെ ഇൻട്രസ്റ്റിനും എൻ്റെ കഴിവിനും യോജിച്ച ഏതാണ് ഒന്ന്. പിന്നെ വേറൊന്ന്, ഈ പഠിച്ചു കഴിഞ്ഞാൽ ഉള്ള ഓപ്പർച്യൂണിറ്റി ഏതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ എഞ്ചിനീയറിംഗ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ജോലി, ക്യാമ്പസ് സെലക്ഷൻ ആയാൽ പോലും അവർക്ക് കിട്ടുന്ന ജോലി മാക്സിമം 25,000 രൂപ 30,000 രൂപ, ഇനി കുറഞ്ഞാൽ ഒരു 10-15,000 രൂപ മാസശമ്പളത്തിന് പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറുന്ന എഞ്ചിനീയർമാരുണ്ട് ഈ നാട്ടിൽ അല്ലേ. അപ്പോൾ പുറത്താണെങ്കിൽ ഏറ്റവും കുറഞ്ഞ് നമുക്ക് ഒരു 2 ലക്ഷം 2.5 ലക്ഷം രൂപ മാസശമ്പളം കിട്ടുന്ന ജോലിയാണ് അവിടെ എഞ്ചിനീയറിംഗ്
എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതേപോലെ ഒരുപാട് അവസരങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയാതെ ഇതിനെപ്പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും എക്സ്പ്ലോർ ചെയ്യാത്തത്. പക്ഷെ അതിലൊരു അപകടം കൂടി എനിക്ക് തോന്നിയിട്ടുള്ളതേ, നമ്മളിവിടുത്തെ ഇപ്പം വിദേശ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ, അപ്പോൾ അതിലുള്ളതിൽ ചിലതെങ്കിലും ഈ പറയുന്ന രീതിയിൽ അവർക്ക് അവിടെ എക്സ്പോഷർ കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ആ വാഗ്ദാനം പാലിക്കാതിരിക്കുകയോ ചെയ്തിട്ടുള്ളൊരു പേടി കുട്ടികളിലുണ്ട്. ഇതിലെന്താ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റിയാലിറ്റി? അത് നിലനിൽക്കുന്നുണ്ട്. അത് ഈ മേഖലയിൽ മാത്രമല്ല നിലനിൽക്കുന്നത്. ഇപ്പം ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയോ നമ്മൾ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല കാര്യങ്ങളും ഇല്ലാത്തത് പറഞ്ഞിട്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ് അവരെ കൊണ്ടുവന്നിട്ട് പഠിപ്പിക്കുന്ന ആളുകളില്ലേ, ഇതേപോലെ പുറത്തും ഉണ്ടാവും. അപ്പോൾ അവരെ ആരെയാണ് സമീപിക്കുന്നത്? ഇതിനെപ്പറ്റി അറിയുന്ന ആളോടാണോ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരസ്യത്തിൽ വീണുകൊണ്ടാണോ അവർ ചെയ്യുന്നത്? ഈ സ്ഥാപനം നടത്തുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ആളുകൾ ആരാണെന്നൊക്കെ നോക്കാം. നമ്മളൊരു ഏജൻസിയെ ബന്ധപ്പെടുന്ന സമയത്ത് അവർ എഡ്യൂക്കേഷൻ രംഗത്തുള്ളവരാണോ അല്ലെങ്കിൽ അവർ പണമുണ്ടാക്കാൻ വേണ്ടി ചതിക്കുന്നവരാണോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വേണം അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മളൊരു ഭാവിയിലെ ജീവിതത്തിൽ, കാരണം ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ്, നമ്മുടെ ലൈഫിൻ്റെ കാര്യമാണ്, ഭാവിയുടെ കാര്യമാണ്. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം തീരുമാനം എടുക്കാം. അവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പിലാണ് മിസ്റ്റേക്ക്. അതെ അതെ. അപ്പോൾ എനിക്ക് സർ ഇന്നലെ നമ്മൾ സംസാരിച്ച ഒരു കാര്യത്തിൽ എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യമാണ് ജോർജിയയിലെ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ജോർജിയയിൽ പഠിക്കുകയും ജർമ്മനിയിൽ ജോലി നേടാനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച്. ഇതിൻ്റെ ഒരു സാധ്യത ഇപ്പോഴത്തെ പല ആളുകൾക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല. സാറിനൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞ കോഴ്സ് അത് എലോറിയ നടത്തുന്ന ഒരു സിഗ്നേച്ചർ കോഴ്സാണ്. ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡാണ് ജർമ്മനിയിൽ ജോലിക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി ജർമ്മൻ ലാംഗ്വേജ് വേണം, അതെ, B2 പാസ്സാവണം. അപ്പോൾ അവിടെ പാസ്സായാൽ തന്നെ അവിടെ പോയിട്ട് ഒരു നല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് മലയാളവും അതേപോലെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന രൂപത്തിൽ അതേപോലെ സംസാരിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ലൂപ്പ് ഹോൾസൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന രൂപത്തിൽ ഒരാൾ ജർമ്മനിയിൽ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പോയാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റോട് കൂടി ജോലി കിട്ടണം. ആ ജോലിയിൽ തന്നെ അയാൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ആ ലാംഗ്വേജിൽ അയാൾ പ്രൊഫഷൻ്റ് ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഒരു എന്താ പറയുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാ ലൂപ്പ് ഹോൾസും അടച്ചു കൊണ്ടുണ്ടാക്കിയ കോഴ്സാണിത്. ഇതിലിപ്പോൾ IT ഉണ്ട്, അതേപോലെ എഞ്ചിനീയറിങ്ങിൻ്റെ പല സ്ട്രീംസും ഉണ്ട്, പിന്നെ നഴ്സിംഗ് ഉണ്ട്. ഇതൊക്കെ അവർ ജോർജിയയിലുള്ള 2 യൂണിവേഴ്സിറ്റികളാണ് ഞങ്ങൾ ചെയ്യുന്നത്, കൊക്കാസസ് യൂണിവേഴ്സിറ്റിയും അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. ഈ 2 സ്ഥലത്താണ് ഈ കോഴ്സുകൾ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ആ പഠനത്തോടു കൂടി, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് പഠനത്തോടെ അല്ലെ നഴ്സിംഗ് പഠനത്തോടു കൂടി തന്നെ ജർമ്മൻ ലാംഗ്വേജ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പഠിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ്. പഠിക്കുമ്പോൾ തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കും. അപ്പോൾ ഒരു 6 മാസം അല്ല 8 മാസം കൊണ്ട് പഠിച്ചിട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു, ഇനി ജർമ്മനിയിൽ പോവാണെന്ന് പറയുന്നതിന് പകരം 3 കൊല്ലം അല്ല 4 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനും സംസാരിക്കാനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അത് മാത്രമല്ല ഗ്ലോബൽ എക്സ്പോഷർ ഉണ്ടാവും, അവിടുന്നാണല്ലോ പഠിക്കുന്നത്. അതെ അതെ, അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്ലോബലി റിനൗണ്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്, വളരെ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അത് മാത്രമല്ല ഇവരങ്ങ് പോകുമ്പോൾ തന്നെ ഈ ജർമ്മനിയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളും അതേപോലെ ഹോസ്പിറ്റലുകളുമായിട്ടുള്ള ബന്ധം വഴി അവർക്ക് ജോലി കിട്ടാനുള്ള അവസരങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ 3rd ഇയർ അല്ലെങ്കിൽ 4th ഇയർ ആകുമ്പോൾ തന്നെ അവർക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ അവർക്ക് സെലക്ഷൻ പഠിക്കുമ്പോൾ തന്നെ അവർക്ക് സെലക്ഷൻ കിട്ടാനുള്ള അവസരങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ജോലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവിടെ നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10 ഇരട്ടിയൊക്കെയാണ് അവിടെ ശമ്പളം ലഭിക്കുന്നത്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ IT ആണെങ്കിൽ ഒരു 4 ലക്ഷത്തോളം മാസ ശമ്പളമാണ് ലഭിക്കുന്നത്. അതേപോലെ നഴ്സിംഗ് ആണെങ്കിൽ 2.5-3 ലക്ഷത്തിനിടയിൽ ശമ്പളം ആദ്യ മാസം തന്നെ ലഭിക്കുന്ന ജോലിയാണ് നമ്മൾ ഉറപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ പാരൻസിനൊരു കൺസേൺ ആദ്യത്തേത് ഫിനാൻഷ്യലായിരിക്കും. ഒന്ന് ഫിനാൻഷ്യലാണ്, 2 ട്രസ്റ്റാണ്. ആദ്യം നമുക്ക് ഫിനാൻഷ്യലിലേക്ക് വരാം. നമുക്കിതിൻ്റെ സാമ്പത്തികമായിട്ടൊരു ഏകദേശം ഒരു കണക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എത്ര രൂപക്കാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്? സാമ്പത്തികം ഇപ്പോൾ ഫീ പറയുകയാണെങ്കിൽ ആദ്യത്തെ വർഷം പോകുന്ന സമയത്ത്
ഇവർക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്ത് അവരുടെ ദൈനംദിന ചെലവുകൾക്കുള്ള പണം അവിടുന്ന് കിട്ടും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്, ഞങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. പക്ഷെ പോകുന്ന സമയത്ത് ആദ്യത്തെ വർഷത്തേക്കെങ്കിലുള്ള മുഴുവൻ ഫണ്ടും അവർ കരുതണം. ഒരു 8-9 ലക്ഷം രൂപ അവർ കരുതണം. അതൊരു ചെറിയ തുകയാണ്. അതെ. അപ്പോൾ അതിന് ശേഷം അവിടെ ഫീ ആയിട്ട് ഒരു 3-3.5 ലക്ഷം രൂപ ഫീ കൊടുക്കേണ്ടി വരും യൂണിവേഴ്സിറ്റി. ബാക്കി കാര്യങ്ങൾ അവരുടെ ഭക്ഷണത്തിനോ അല്ലെ താമസത്തിനോ ഉള്ള പിന്നെ പണമൊക്കെ അവർക്ക് ജോലി ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ അവിടുത്തെ കുട്ടികൾ ഹാപ്പിയാണ് ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ? അതെ, അവർ ഹാപ്പിയാണ്. പക്ഷെ എനിക്ക് ഈ പേരൻസിനോട് കുടുംബങ്ങളോടും പറയാനുള്ളത്, ഈ ഒരു തുക അവർ കണ്ടെത്തി വേണം ഇതിലേക്ക് ഇറങ്ങാൻ. അല്ലാതെ പിന്നെ ഒരു വീട് പണയത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഭാവിയിൽ പണം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കരുതിയിട്ടോ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം, ആ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ 4 വർഷം വിജയകരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും 1-2 വർഷം കൊണ്ട് ആ ചിലവാക്കിയ മുഴുവൻ തുക കിട്ടുകയും പിന്നെ സമ്പാദ്യത്തിലേക്ക് കടക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഞാനിത് പറഞ്ഞപ്പോഴേ ഓർത്ത്, മുന്നേയുള്ള ഇൻ്റർവ്യൂവിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് വിദേശത്ത് പഠിപ്പിക്കരുത് എന്നുള്ളൊരു, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നു. ഇതെന്താ ഇങ്ങനെ ഇത്ര അപകടകരമായ വേറെന്തെങ്കിലും കാര്യങ്ങൾ വിദേശത്ത് സാറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് അപകടകരമായി എന്ന് പറയാൻ, ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം, നമുക്കറിയില്ലല്ലോ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഈ കുട്ടി പാസ്സായില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ആ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒരു ലാംഗ്വേജ് സ്കിൽ ഇല്ലാത്ത കുട്ടിയാണെന്ന് കരുതിക്കോ. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ജോലിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരാലോ. അത് വളരെ ചെറിയൊരു പെർസെന്റേജ്, പലരും അത് പറയാറില്ല അവരുടെ ലാഭത്തിന് വേണ്ടി. ഇപ്പൊ എന്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ ആരും വന്നതായിട്ടില്ല. പക്ഷെ അങ്ങനെ വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു സേഫ്റ്റി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒപ്പം തന്നെ നമ്മൾ നമ്മളിപ്പോൾ ഇവിടുത്തെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇത് ഏകദേശം ഈ പൈസ നമ്മുടെ നാട്ടിൽ പഠിച്ചാലും വരില്ലേ? അങ്ങനത്തെ ഇപ്പൊ ഇവിടുത്തെ പ്രൈവറ്റ് കോളേജുകൾ എടുത്ത് ഓർത്തത് പലരും പറയാറുണ്ട്, ഇപ്പൊ ജോർജിയയിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ ചെലവുണ്ടാവില്ലേ, ഭക്ഷണം കഴിക്കാൻ ചെലവുണ്ടാവില്ലേ? അപ്പൊ ഞാൻ ചോദിക്കും, എന്നിട്ട് എവിടെയാ പഠിക്കുന്നത്? ബാംഗ്ലൂർ പഠിക്കാൻ അവിടെ ഹോസ്റ്റലിൽ നിൽക്കാനും അതേപോലെ അവിടെ ഭക്ഷണം കഴിക്കാനും ജോർജിയയിലുള്ളതിനേക്കാൾ കൂടുതൽ ചെലവുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ ബാംഗ്ലൂരാണോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്താണോ അല്ലെങ്കിൽ ജോർജിയയിലാണോ, ഇതൊക്കെ ഒരുപോലെയാണ്. നമ്മളൊരു ഫോണിൻ്റെ അങ്ങേയറ്റത്ത് ഇങ്ങേയറ്റത്ത് നിന്നിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു വീട്ടിൻ്റെ 2 മുറിയിൽ ഇരുന്നാൽ പോലും ഫോണിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർ എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ അടുത്തിരിക്കുന്നത് പോലുള്ള ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഏറ്റവും എന്താ പറയുക ആധുനികമായിട്ടുള്ള കോളേജുകളിലും അതേപോലെ യൂണിവേഴ്സിറ്റികളിലും പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ, അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിലേക്കല്ലേ നമ്മൾ അവരെ നയിക്കേണ്ടത്. ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ഞാനൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ കൂടുതൽ കുട്ടികളും നീറ്റ് പ്രിഫർ ചെയ്യാറുണ്ട്, അതായത് അതിന് കൂടുതൽ പോകുന്നുണ്ട്, ചിലപ്പോൾ 3-4 വർഷമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഈ വിദ്യാർത്ഥി ഇവിടെ ഇത് ഒഴിവാക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു വിദേശ ഓപ്ഷൻ എസ്പെഷ്യലി മെഡിക്കലിന് തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ ഇവിടുത്തെ പഠനം അവിടുത്തെ പഠനവും സാമ്പത്തിക കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എന്ത് പറഞ്ഞു കൊടുക്കാനാണ് തോന്നാറ്? അതിൽ നീറ്റിൽ 12th പഠിക്കുന്ന സമയത്ത് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, ഇപ്പോൾ ഒരാൾ മെഡിക്കലിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 11th 12th പഠിക്കുന്ന സമയത്ത് നീറ്റിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നീറ്റ് എക്സാം എഴുതണം. എന്നിട്ട് ആ സ്കോർ നോക്കണം. ആ സ്കോർ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റും ഈ കുട്ടിക്ക് തൽക്കാലം കിട്ടിയില്ലെങ്കിലും അടുത്ത വർഷം കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടാൻ ചാൻസ് ഉള്ളവർ ഒരു വർഷം കൂടി അവർ ശ്രമിച്ചിട്ട് കിട്ടട്ടെ. കിട്ടാതിരിക്കാം, പക്ഷെ ശ്രമിക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഒരു നിശ്ചിത മാർക്കിൽ കുറവുള്ളവർ അവർക്കും കിട്ടാം, അല്ലെ, ചെറിയൊരു ചാൻസ് ഉണ്ട് കിട്ടാം. എങ്കിലും അതൊരു റിസ്കിന് നിൽക്കാതെ പുറത്തു പോയി പഠിക്കലാണ് നല്ലത്. കാരണം ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് അവർക്ക് ചിലവാകുന്നതിൻ്റെ വളരെ ചെറിയ തുക മാത്രമേ പുറത്ത് ഉസ്ബെക്കിസ്ഥാനിലോ അല്ലെങ്കിൽ ജോർജിയയിലോ പഠിക്കുമ്പോൾ അവർക്ക് ചിലവാകുന്നുള്ളൂ എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്ത് പഠിച്ചാൽ 2ാം ഡോക്ടർ ആവുന്നു എന്നുള്ളൊരു ചിന്ത അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിന്ത എപ്പോഴേലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ മനസ്സിലാക്കിയ നേരെ തിരിച്ചു വേണം. അല്ല, എനിക്കറിയില്ല അത്. കാരണം നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങുന്ന ഫോൺ ഏറ്റവും നല്ല ഫോൺ, പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം, അല്ലെ, പുറത്തുനിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ഗംഭീരം. നിങ്ങൾക്ക് പുറത്ത് ജോലി കിട്ടിയാൽ അത് സൂപ്പർ. പക്ഷെ മെഡിക്കൽ പഠിച്ചാൽ മാത്രം 2ാം കിട എന്തുകൊണ്ടാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടാൻ. മാത്രമല്ല ഇവിടുത്തെ പ്രഗത്ഭ പല ആളുകളും പുറത്തുനിന്ന് പഠിച്ചവരാണ്. നമുക്ക് എനിക്കറിയാവുന്ന പല ഡോക്ടേഴ്സും, എൻ്റെ സ്റ്റുഡൻസ് തന്നെ പല ഡോക്ടേഴ്സും പുറത്തുനിന്ന് പഠിച്ചവർ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ UK ജോലി ചെയ്യുന്ന, US ജോലി ചെയ്യുന്ന, ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഈ ഒരു നോഷൻ എങ്ങനെ വന്നു എന്നുള്ള
കാര്യത്തിൽ എനിക്ക് എപ്പോഴും അത്ഭുതമാണ്. കാരണം ഈ ഒരു കാര്യത്തിന് മാത്രമാണ്, മെഡിക്കലിൻ്റെ കാര്യത്തിന് മാത്രം പുറത്ത് കഴിഞ്ഞാൽ 2ാം കിട, ബാക്കിയെല്ലാം 1ാം കിടയോ അല്ല അതിനേക്കാൾ നല്ല കിടയോ വരുന്നൊരവസ്ഥ.